അതെ അതെ എല്ലാരും ഉള്ളിയും മലയാളം 4 മടങ്ങെന്നേ പറയാവൂ. ഓക്കെ കേട്ടെ, എല്ലാരും ഉള്ളിയും മലയാളം ആയിരിക്കണം. ഹെൽപ്പ് എന്ന് പറയല്ലേ. ഓക്കെ റീകോളിന് എന്നെ തിരിച്ചു വിളിക്കൂ. അതൊക്കെ നടക്കൂ. തുടങ്ങി 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 എല്ലാരും മലയാളമാണേ. ആരുടെയോ സംസാരിക്കുന്ന ഇതിൽ നിന്ന് അതിഭീകരമായി കാറ്റ് വരുന്നു. കാറ്റ് എനിക്കില്ല കേട്ടോ. എനിക്കില്ലല്ലോ. ആരുടേതാണ് ആ കാറ്റ്? വിമാനത്തിന്റെ കാറ്റായിരിക്കാം. വരൂ, നമുക്ക് രണ്ടാമത് കാണിച്ചേക്കുന്ന ഒരുപാട് ശത്രുക്കൾ ഇറങ്ങുന്ന സ്ഥലത്തേക്ക് പോകാം. ശരി. ഭൂപടത്തിന്റെ ഏറ്റവും വിശേഷമായിട്ടുള്ള അതിനെന്തോ പറയണേ, പ്രധാനപ്പെട്ട സ്ഥലത്ത് പോകാം. പ്രധാന പരിപാടി നടക്കുന്ന സ്ഥലത്തോട്ട് പ്രധാന കലാപരിപാടി നടക്കുന്ന സ്ഥലത്തിട്ട് അകതരായ 4ാമത്തെ കളിക്കാരനൊന്നും അത് സംസാരിക്കുന്നില്ല. നമ്മുടെ 4ാമത്തെ കളിക്കാരന്റെ സംസാരിക്കുന്ന യന്ത്രം ഓഫാണെന്ന് അയ്യോ മൂടി വച്ചിരിക്കുന്നു എന്ന് തോന്നുന്നു. മൂടി വെച്ചിട്ടില്ല, ഞാൻ തുറന്നു തന്നെ വെച്ചിരിക്കുകയാണ്. നമുക്ക് ഇവിടെ നിക്ഷേപിക്കാം. ഞാൻ മരിച്ചിരിക്കുകയാണ്. വരൂ, ആയുധങ്ങൾ കൈപ്പറ്റൂ. ആയുധങ്ങൾ കിട്ടിയില്ല. അയ്യോ എന്റെ പറ്റിക്കേ. അയ്യോ ഹെൽറ വന്നെടുക്കടാ. എന്റെ തോക്കിലെ ഉണ്ട തീർന്നിരിക്കുന്നു. ഇടിച്ചു കൊല്ലടാ, ഇടിച്ചു കൊല്ലടാ. വെടിവെക്കാനൊരു സുരതാടാ. അയ്യോ വെടിവെക്കാൻ അയ്യോ, അദ്ദേഹം എന്നെ നശിപ്പിച്ചു. പ്രാക്ക് കൂടി അതിന്റെ കൂടെ. ഒരു കാലത്ത് നിങ്ങൾ എവിടെ ചാടിയേ? അടിച്ചും കിട്ടിയില്ലേ? ഭൂപടലോടായില്ല. നെറ്റ്വർക്ക് പോയ ആടാ പോയെ, നിന്റെ കയ്യിൽ നിന്ന് പോയെ. ഒരു ചാൻസ് കഴിഞ്ഞ് അതിന് വേറെന്തെങ്കിലും പേരുണ്ടോ? അവിടെ ഒരു ആരെന്താണ് പറഞ്ഞത്? നീ 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 പറഞ്ഞു. ഇനി ഞാൻ അത് പറഞ്ഞിട്ടാണ് എന്റെ കയ്യിൽ നിന്നും പോയെ. ഞാൻ എന്താ പറഞ്ഞേ? നീ എന്തോ പ്രശ്നമാണെന്ന് പറഞ്ഞു. എന്താണ് പ്രശ്നം? എന്താന്ന് പറയൂ. നിന്റെ ആ സാധനത്തിന് എനിക്കുണ്ട് പ്രശ്നം. താങ്കളുടെ താങ്കളെ കളിക്കാൻ സഹായിക്കുന്ന ഈ സാങ്കേതിക ഉപകരണത്തിന്റെ ഇത് എന്തുവാ വിച്ഛേദിക്കപ്പെടുന്നു എന്ന് താങ്കൾ അഭിസംബോധന ചെയ്തിരിക്കുന്നു. അതല്ലേ ചോദിക്കല്ലേ, ഒരു വിധത്തിലാണ് ഞാൻ അത് കണ്ടുപിടിച്ചത്. കൂടുതൽ ഉണ്ടടക്കണ സാധനം കൊണ്ടുപോകണേ. വരൂ, നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോയി ശേഖരിക്കാം. വെടിക്കോപ്പിന് ആവശ്യമായിട്ടുള്ള ഉണ്ടകളും മറ്റു സാമഗ്രികളും നമുക്ക് ശേഖരിക്കാൻ പോകാം. മറ്റേ കവിത വായിക്കുന്ന ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്തോണ്ട് ഇറക്കിയിട്ടാ മലയാളത്തിൽ എങ്ങനെയാ പറയണത്? അല്ലേ വേണ്ട പോട്ടെ. മലയാളമൊക്കെ എന്തോ പറയാ വന്നത്. ഞാൻ ഒരു വെടിവെക്കുന്ന യന്ത്രത്തിന്റെ പേര് പറയാൻ വന്നതാ. വേണ്ടെന്ന് വെച്ചു. പേര് പറയൂ. എന്തുവായിരുന്നു ആ പേര്? അതിന് പേരില്ല. പറഞ്ഞോ കുഴപ്പമില്ല, പേര് പറഞ്ഞോ. ഞാൻ ഇവിടെ കാണണേ, ഞാൻ മാർക്ക് ചെയ്ത് തരാം. ഞാനത് കണ്ടു, അത് വേണോ എന്ന് ചോദിക്കാൻ വേണ്ടി.
അതേതാണ് വെടിവെച്ചത്? എത്ര? അതൊരു പൈപ്പിന്റെ കുഴല് പോലെ ഒരു- അടയാളപ്പെടുത്തു. പൈപ്പിന്റെ കുഴല. നന്ദിയുണ്ടേ. അതാ ചുവന്ന പുകയൊക്കെ പറക്കുന്നു. എവിടെ? പണക്കാരൻ തന്നെ. നമ്പർ 4 വിടുക. കാശിന്റെ അതിപ്രസരമാണ്. അതെ അതെ, കാശിന്റെ കുന്തളിപ്പാണ്, നമുക്ക് മനസ്സിലാവുന്നതാണ്. അവിടെ ഒരു വാഹനം, അവിടെ ഒരു വാഹനം, അവിടെ അങ്ങൊരു വാഹനം. ഒരു വാഹനമല്ലേ പോയത്? ശത്രുക്കൾ അവിടെ ശത്രുക്കളുണ്ട്. അതെ, ശത്രുക്കളുണ്ട്. ശത്രുക്കൾ മിക്കവാറും ഇങ്ങോട്ട് വരും. ആ വാഹനത്തിന് തിരിച്ചു വിളിക്കൂ. എന്റെ കുഞ്ഞമ്മയുടെ മക്കളല്ല പോയത്, ഞാൻ വിളിക്കുമ്പോ വരെ. ആ, അടിച്ചണ്ണാക്കി കിട്ടിയതിനും ഉണ്ടായിരിക്കാം. അടയാളപ്പെടുത്തുവിൻ. അവര് വീട് വിട്ടുപോയി. പടയാളികളെ എവിടെയാണ്? അവരെ കാണുന്നില്ല. നമുക്ക് അവിടെ പോയി അവരെ മർദ്ദിച്ച് അവശനാക്കാം. വാഹനം എടുക്കൂ. നീ കുഞ്ചൻ നമ്പർ ആരല്ലോ? അതെ, എഴുതി വെച്ചു. അവിടെ ശത്രുണ്ട്. അവൻ പറന്നിറങ്ങിയത് ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു. വണ്ടി അവിടെ മടക്കി വിളിക്കുന്ന സ്ഥലമാണല്ലോ. അവിടെ അദ്ദേഹത്തിന് രണ്ടാമതൊരു ജീവിതം കിട്ടി. അദ്ദേഹം പൂജാതനായതായിരിക്കും. പൂജാതനാ? അതിനൊക്കെ വലിയ വലിയ അർത്ഥങ്ങളുണ്ട്. എനിക്കറിയത്തില്ല, അവനെ നിങ്ങളൊക്കെ പോയോ?